ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ദ സ്റ്റോറി. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 2025 പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന ഷറഫുദ്ദീൻ്റെ സൂപ്പർ ഹിറ്റ് മൂവിയുടെ സ്റ്റോറിയാണ്. സോ സ്റ്റോറി കേൾക്കാൻ താല്പര്യമുള്ള ഫ്രണ്ട്സ്, ലെറ്റ്സ് സ്റ്റാർട്ട് ദ പെറ്റ് ഡിറ്റക്റ്റീവ്. അതിനു മുൻപേ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. സിനിമയുടെ തുടക്കം അലുല ഡിറ്റക്റ്റീവിൻ്റെ ഓണറായ പീറ്റർ അലുലയുടെ സെൽഫ് ഇൻട്രൊഡക്ഷനോട് കൂടിയാണ്. പുള്ളി മെക്സിക്കോയിലാണ്. അവിടുത്തെ ഒരു വലിയ ഡിറ്റക്റ്റീവാണ്. പാബ്ലോയുടെ യുഗം മെക്സിക്കോയിൽ അവസാനിച്ച സമയത്ത് അവിടെ ഉടലെടുത്ത ഒരു സിൻഡിക്കേറ്റാണ് മുണ്ടാക് കാർട്ടൽ. പീറ്റർ സാമ്പ ചെയ്യാത്ത കാര്യങ്ങളില്ല. ഡ്രഗ് മാഫിയ, കള്ളക്കടത്തലുകൾ, ആക്രമണങ്ങൾ, അങ്ങനെയെല്ലാം. ഇന്റർപോളും അമേരിക്കൻ ഏജൻസിയും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്രിമിനലാണ് പീറ്റർ സാമ്പ. പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പീറ്റർ സാമ്പയുടെ മുഖം ആരും കണ്ടിട്ടില്ല. ആ കണ്ടിട്ടുള്ളവരൊന്നും ഇപ്പോൾ ജീവനോടെയില്ല. അങ്ങനെ ജോസ് അലുല സാമ്പയുടെ ഫോട്ടോ എടുക്കാനായി തീരുമാനിച്ച് ഒരു ഡീല് നടക്കുന്നിടത്ത് നിന്ന് ഫോട്ടോ എടുക്കുന്നു. പക്ഷെ ആ ഫ്ലാഷിൽ നമ്മുടെ സാമ്പ നമ്മുടെ ജോസിനെ കാണുന്നുണ്ട്. പേടിച്ച ജോസ് അവിടുന്ന് നാട്ടിലേക്ക് രക്ഷപ്പെടുന്നു. ആ ടൈമിൽ അവിടെ പോലീസ് വന്ന് സാമ്പയെ വെടിവെക്കാൻ നോക്കുന്നു. പക്ഷേ സാമ്പ അവിടുന്ന് രക്ഷപ്പെടുന്നുണ്ട്. അത് പിന്നീട് വലിയൊരു ഗ്യാങ്മാറായി മാറുന്നു. പോലീസ് ഇടപെടുന്നു. അങ്ങനെ ആ മുണ്ടക്കാട്ടലിൻ്റെ പതനം അവിടെ ആരംഭിക്കുന്നു. പേടിച്ച് നാടുവിട്ട ജോസ് അലില നാട്ടിലെത്തി ഒരു ഡിറ്റക്റ്റീവ് ഏജൻസി ആരംഭിക്കുകയാണ്. പണിയൊന്നും കിട്ടാത്തത് കൊണ്ടാണ്. പക്ഷേ നാട്ടുകാരുടെ സഹകരണക്കുറവ് കൊണ്ടും പ്രത്യേകിച്ച് കേസൊന്നും ഇല്ലാത്തതുകൊണ്ടും അത് അങ്ങ് പൂട്ടിപ്പോവുകയാണ്. ഇതിനിടയ്ക്ക് പുള്ളിക്ക് ഒരു മോൻ ജനിക്കുന്നുണ്ട്, ടോണി ജോസ് അലുല. അവനും വേറെ പണിയൊന്നും കിട്ടാത്തതുകൊണ്ട് അപ്പൻ്റെ ഡിറ്റക്റ്റീവ് ഏജൻസി പൊക്കിപ്പിടിച്ച് നടക്കലാണ് അവൻ്റെ പ്രധാന പണി. ജോസ് കൈകയുമായി ഇഷ്ടത്തിലാണ്. അവളുടെ വീട്ടുകാർ പറഞ്ഞിരിക്കുന്നത് ഇവൻ ഏതെങ്കിലും ഒരു ഫോഴ്സിൽ ചേരണമെന്നാണ്. ഫോഴ്സിലൊന്നും ചേരാനുള്ള ബുദ്ധിയില്ലാത്തത് കൊണ്ട് അവൻ അച്ഛൻ്റെ ഡിറ്റക്റ്റീവ് ഏജൻസി നടത്തിക്കൊണ്ട് പോകുന്നത്. ജോസ് കൈകയെ കാണാൻ അവളുടെ ഫ്ലാറ്റിൽ വന്നിരിക്കുകയാണ്. ആരും കാണാതെ ഫ്ലാറ്റിന്റെ മതിലൊക്കെ ചാടിയാണ് അവൻ വന്നിരിക്കുന്നത്. അവളുടെ മെസ്സേജിനൊന്നും റിപ്ലൈ കൊടുക്കാഞ്ഞതും അവസാനം അവൻ കണ്ടുപിടിച്ച മാലപിടി കേസിന് ഒരു തെളിവും കിട്ടാത്തതിന്റെ കാര്യമൊക്കെ പറഞ്ഞ് കൈകയെ ജോസിന്റെ അടുത്ത് അടി കൂടുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ബ്രേക്കപ്പ് എന്ന് പറഞ്ഞ് അവർ പിണങ്ങി നിൽക്കുന്നു. പിന്നീട് സീൻ പോകുന്നത് മക്ബാലിനെ കാണിച്ചുകൊണ്ടാണ്. അയാൾ തന്റെ മകളോട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഹാർബറിലെ കപ്പിൽ നിന്നും ഒരു ലഗേജുമായി അയാൾ വന്ന് നമ്മുടെ മക്ബാലിന്റെ കാറിൽ കയറുന്നത്. പോകുന്ന വഴിക്ക് അയാൾ പറയുന്നുണ്ട്, ഈ സാധനം നമ്മൾ മൂന്നാർ എവിടെയെങ്കിലും കൊണ്ട് വിൽക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ 1 കോടി രൂപയോളം കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതുകൊണ്ട് കൊടുത്താൽ നമുക്ക് വെറും 50,000 രൂപയല്ലേ കിട്ടുന്നത്, നമുക്കിതൊന്ന് മറിച്ചാലോ എന്ന് ചോദിക്കുന്നു. പക്ഷേ മക്ബാൽ അതിന് സമ്മതിക്കുന്നില്ല. കാരണം അവനൊരു കുടുംബമൊക്കെ ഉണ്ടല്ലോ. മക്ബാൽ അയാളുടെ അടുത്ത് പറയുന്നുണ്ട്, കനകസഭാതിയെ പറ്റിച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അയാൾ റെസ്റ്റോറൻറ്റും ഹോട്ടലും ഒക്കെ നടത്തുന്നുണ്ടെങ്കിലും അതിന് പിന്നിൽ വലിയ കള്ളക്കടത്താണ് ഉള്ളതെന്ന്. സോ എൻ്റെ കുടുംബത്തെ മറന്ന് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. പോകുന്ന വഴിക്ക് മക്ബൽ സിഗരറ്റ് വാങ്ങാൻ ഒരു കടയിൽ പോകുന്ന സമയത്ത് ഒരു വണ്ടി ആളുകൾ വന്ന് ആ കാറിലുണ്ടായിരുന്ന സെൽവനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. ജീവൻ കൊണ്ട് അയാൾ ആ കാറുമെടുത്ത് അവിടെ നിന്ന് പോവുകയാണ്. ആ ആളുകളെല്ലാം അവനെ ഫോളോ ചെയ്തു വരുന്നു. ഇതിനിടയ്ക്ക് മക്ബാൽ വരുന്നുണ്ടെങ്കിലും മക്ബാലിന് ഒരു അടി കിട്ടി അവിടെ ബോധം കെട്ട് വീഴുകയാണ്. കാർ ഓടിച്ചു പോകുന്ന വഴിക്ക് സെൽവ ആരോട് ഫോൺ വിളിച്ച് പറയുന്നുണ്ട്, ഞാൻ മക്ബാലിന്റെ അടുത്ത് ചോദിച്ചിരുന്നു, അവൻ സമ്മതിച്ചില്ല. പക്ഷെ അതിനുശേഷം കുറച്ച് ആളുകൾ എന്നെ ആക്രമിക്കാൻ വരുന്നുണ്ടെന്ന്. അപ്പോൾ അയാൾ ചോദിക്കുന്നു, നീ എൻ്റെ പേര് പറഞ്ഞില്ലല്ലോ, സോ എത്രയും പെട്ടെന്ന് മൂന്നാറിലേക്ക് വാ, ഞാൻ അങ്ങോട്ടേക്ക് വന്നേക്കാമെന്ന് പറഞ്ഞ് ഫോൺ കട്ടാക്കുന്നു. പിന്നീട് സീൻ കട്ട് ചെയ്ത് പോകുന്നത് ഒരു ഫാമിലിയെ കാണിച്ചുകൊണ്ടാണ്. ഭാര്യ ഭർത്താവിന് വോയിസ് മെസ്സേജ് അയച്ചിരിക്കുകയാണ് വെളുപ്പിനെ എന്തൊക്കെ ചെയ്തു വെക്കണം എന്നുള്ളത്. അവരെ ശല്യപ്പെടുത്താൻ പാടില്ല, കാപ്പി ഉണ്ടാക്കണം, ഇഡലി ഉണ്ടാക്കണം, അങ്ങനെയൊക്കെ. കൂടാതെ അവരുടെ പെറ്റായ കണ്ണൻ്റെ അപ്പി കോരണം എന്നും പറയുന്നുണ്ട്. ഈ ടൈമിൽ കണ്ണനെ അന്വേഷിക്കുമ്പോൾ കണ്ണനെ കിട്ടുന്നില്ല. കണ്ണാ എന്ന് അവർ നിലവിളിക്കുന്ന ടൈമിൽ നമ്മുടെ ജോസും കൈകയും അവിടുന്നോട് രക്ഷപ്പെടുകയാണ്. അവരുടെ തൊട്ടടുത്ത ഫ്ലാറ്റാണല്ലോ. സോ കണ്ണനെ കാണാഞ്ഞിട്ട് ആ പുള്ളിക്കാരൻ്റെ വൈഫ് ഇരുന്ന് ബഹളം വെക്കുകയാണ്. അവരുടെ വലിയൊരു പെറ്റായിരുന്നു കണ്ണൻ. സോ കണ്ണൻ എന്ത് സംഭവിച്ചു എന്നറിയാതെ അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റിയെയും അടുത്തുള്ള വീട്ടുകാരോടും സ്വന്തം ഹസ്ബൻഡിനോടും ഒക്കെ ബഹളം വിൽക്കുകയാണ് ആ സ്ത്രീ. പിന്നീട് കാണിക്കുന്നത് സെൽവനെയാണ്. സെൽവ കാർ ഓടിച്ച് പോകുന്ന വഴിക്ക് 2 ഡ്രോൺ വന്നിട്ട് അയാളുടെ കാറിൻ്റെ 2 സൈഡിൽ നിൽക്കുകയാണ്. അവൻ ആ ഡ്രോണിനെ കടത്തി വെട്ടി ഓടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒന്നും നടക്കുന്നില്ല. കൂടാതെ ഒരു കറുത്ത കാറും അവരെ ഫോളോ ചെയ്യുന്നുണ്ട്. ആ ഡ്രോണിൽ നിന്ന് പെട്ടെന്ന് ഒരു വെടിയുണ്ട പോലൊരു സാധനം വന്ന് ആ സെൽവൻ്റെ കഴുത്തിൽ കയറി അയാൾ ഓൺ ദ സ്പോട്ടിൽ മരിച്ചു പോകുന്നു. ആ ബാഗും എടുത്തുകൊണ്ട് കാറിൽ വന്ന ആളുകൾ പോകുന്നു. പിന്നീട് ഒരു പട്ടിക്കുട്ടി ആ കറുത്ത കാറിൽ നിന്ന് ഇറങ്ങി ഓടുന്നതും നമ്മളെ കാണിക്കുന്നുണ്ട്. അടുത്ത സീനിൽ ജോസ് അവൻ്റെ ഡിറ്റക്റ്റീവ് ഏജൻസിയായ അലുല ഇൻ്റർനാഷണലിലേക്ക് വരികയാണ്. ഭയങ്കര തിരക്കാണ് ഫ്രണ്ടിൽ. പക്ഷേ അത് അപ്പുറത്തെ ജോൾസിനെ കാണാനാണ്. പുള്ളി അവിടെ ഇച്ചയാട്ടി ഇരിക്കുകയാണ്. ആ ടൈമിൽ ഇന്നലെ നടന്ന കൊലപാതകത്തിൻ്റെ ന്യൂസ് TV-യിൽ കാണിക്കുന്നുണ്ട്. ആ ടൈമിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ ജോസിനൊരു കോള് വരികയാണ്. ഇന്നലെ നടന്ന കൊലപാതകത്തെപ്പറ്റി അറിഞ്ഞിരുന്നോ, അതേപ്പറ്റി ഒന്ന് സംസാരിക്കാനാണ്, സ്റ്റേഷനിലേക്ക് വരാമോ എന്ന് ചോദിക്കും. എനിക്കറിയാമായിരുന്നു എൻ്റെ ഹെൽപ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും വേണ്ടി വരുമായിരുന്നു എന്നും പറഞ്ഞ് ജാടയടിച്ച് അവിടെ ചെല്ലുമ്പം സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ ഒരു വിസിറ്റിംഗ് കാർഡ് ആ ഒരു സ്പോട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതിനാണ് ഇവനെ വിളിപ്പിച്ചിരിക്കുന്നത്. ഇവൻ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുമ്പം അയാൾ പറയുന്നുണ്ട്, നീ എന്തെങ്കിലും രജിത് സാറിനെ ഒന്ന് പോയി കണ്ടു നോക്കാൻ.
അവിടുത്തെ SI ആയിരുന്നു രജിത് സാർ. രജിത് സാർ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജോസിൻ്റെയും കൈകയുടെയും ഒക്കെ കൊച്ചിലെ മുതലുള്ള ക്ലാസ്മേറ്റ് ആണ്. ഇവർ പണ്ടത്തെ ഒരു സീനിലേക്ക് പോകുന്നു. അവിടെ നമ്മുടെ രജിത്തും ജോസും പിന്നെ ഒരു ഫ്രണ്ടും കൂടി ഇരിക്കുന്ന ടൈമിൽ രജിത്തിനെ എന്തിൻ്റെയോ ഹെഡാക്കുന്നുണ്ട്. അതിൽ അസൂയ തോന്നിയ ജോസ് അവൻ്റെ ദേഹത്ത് വെള്ളം ഒഴിച്ചിട്ട് അവൻ യൂറിൻ പാസ് ചെയ്തു എന്ന് പറഞ്ഞ് കളിയാക്കുന്നു. സത്യത്തിൽ അവൻ്റെ തൊട്ടടുത്തിരുന്ന ഒരു ഫ്രണ്ടാണ് യൂറിൻ പാസ് ചെയ്തത്. ഇത് കേൾക്കുന്ന സാറും അവനെ കളിയാക്കുന്നുണ്ട്. ഇങ്ങനെ ഒരാളെയൊക്കെ എങ്ങനെയാണ് ഹെഡാക്കുന്നതെന്ന് ചോദിച്ചിട്ട് അവനെ പൊസിഷനിൽ നിന്ന് മാറ്റിയിട്ട് ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിടുന്നു. രണ്ടുപേർക്കും അന്നേ കൈകയെ ഒരു നോട്ടമുണ്ട്. പക്ഷേ കൈകയ്ക്ക് അന്നും ഒരു സോഫ്റ്റ് കോർണർ നമ്മുടെ ജോസിൻ്റെ അടുത്ത് തന്നെയാണ്. പിന്നീട് രജിത്തിനെ കാണുമ്പോൾ ജോസ് പറയുന്നുണ്ട്, ഞാൻ ആരെയും ഒന്നും ചെയ്തിട്ടില്ല, ഇതെങ്ങനെയോ ബൈ മിസ്റ്റേക്ക് അവിടെ കാർഡ് വന്നതാണ്, ഞാൻ ആ ടൈമിൽ കൈകയുടെ വീട്ടിലായിരുന്നു, നീ വേണമെങ്കിൽ അവളെ വിളിച്ച് ചോദിച്ചു എന്ന്. അത് കേൾക്കുമ്പോൾ രജിത്ത് ടെൻഷനായിട്ട് ഞാൻ വിളിച്ച് ചോദിച്ചിട്ട് അവൾ അവിടെ ഇല്ലെന്ന് പറയുകയാണെങ്കിൽ നിന്നെ ഞാൻ വിളിപ്പിച്ചോളാം എന്ന് പറഞ്ഞു വിടുന്നു. ആക്ച്വലി ജോസിൻ്റെ ഫ്രണ്ടാണ് അവൻ്റെ ഗേൾ ഫ്രണ്ടിനൂടെ പോകുന്ന ടൈമിൽ ആ കാർഡ് അവിടെ ഇട്ടതല്ല ബൈ ചാൻസ് വീണ് പോയതാണ്. വഴിയിലൊരു പട്ടിക്കുട്ടിയെ കാണുമ്പം അതിനെ എടുക്കാനായിട്ട് അവർ ഇറങ്ങുമ്പോൾ അവൻ്റെ കയ്യിൽ നിന്ന് ആ കാർഡ് നിലത്ത് വീണ് പോകുന്നു. ആ സ്പോട്ടിലായിരുന്നു കൊലപാതകം നടന്നിരുന്നത്. പിന്നീട് കാണിക്കുന്നത് ഒരു സീരിയൽ കില്ലറിനെയാണ്. അയാൾ പെറ്റുമായി നടന്നു പോകുന്ന ഒരു പെൺകുട്ടിയെ നോട്ടം വിടുന്നത് കാണിക്കുന്നു. പിന്നീട് അവളെ പുറകിലുള്ള ഒരു ബാഗിനകത്താക്കി സൈക്കിൾ ചവിട്ടി പോകുന്നതും നമ്മളെ കാണിക്കുന്നുണ്ട്. ഇത് ആ സിറ്റിയിൽ ആദ്യത്തെ സംഭവമല്ല, പെൺകുട്ടികളെ കാണാതാവുന്നത്. ഈ കേസുകളൊക്കെ ന്യൂസിൽ വരുമ്പോൾ നമ്മുടെ ടോണി ജോസിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നിനക്ക് ഇങ്ങനത്തെ വരെ കേസുകളൊക്കെ കണ്ടുപിടിച്ചൂടെ, ഞാൻ വല്ലതും ആയിരുന്നെങ്കിൽ പണ്ടേ ഇതെല്ലാം ഒത്തുതീർപ്പായേനെ, മെക്സിക്കോയിൽ ചെന്ന് ചോദിക്കണം ഞാൻ ആരാണെന്ന്, അങ്ങനെയൊക്കെ കുറേ വീൺ പഠിക്കും. ആ ടൈമിലാണ് നമ്മുടെ ടോണി ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. കാണാതെ പോയ ഒരു പെറ്റിൻ്റെ ഫോട്ടോയും അതുപോലെ ടോണിയുടെ ഫ്രണ്ടിൻ്റെ ഗേൾഫ്രണ്ടിൻ്റെ കയ്യിലിരിക്കുന്ന പെറ്റിൻ്റെ ഫോട്ടോയും അവൻ്റെ കയ്യിൽ കിട്ടുന്നുണ്ട്. സോ ഇത് രണ്ടും സെയിം ആണെന്ന് കണ്ടുപിടിച്ചിട്ട് അവൻ്റെ ഗേൾഫ്രണ്ടിൻ്റെ അടുത്ത് പോയി ആ പെറ്റിനെ വാങ്ങിയിട്ട് ആ ഒരു പുള്ളിക്കാരിയുടെ കൊടുക്കുകയാണ്. ആ കണ്ണനെ കിട്ടിയ സന്തോഷത്തിൽ അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് 1,00,000 രൂപയുടെ ചെക്കാണ് നമ്മുടെ ടോണിക്ക് കൊടുക്കുന്നത്. ആ ടൈമിൽ പുള്ളിക്കാരി പറയുന്നുണ്ട് പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന്. അതവൻ്റെ മനസ്സിൽ കൂടെ ഒരു ഐഡിയ പോലെ പോകുന്നുമുണ്ട്. പിന്നീട് ഗോൾ സെൻറ്ററിലേക്ക് കൈകയുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പോകുന്ന ടോണിയുടെ വണ്ടി ബ്രേക്ക് ഡൗൺ ആവുന്നു. വഴി വന്നൊരു ഓട്ടോയിൽ കയറിയാണ് പോകുന്നത്. ആ ഓട്ടോയുടെ പുറകിൽ ഒരു കൊച്ചുകുട്ടിയുടെ കയ്യിൽ നല്ല മനോഹരമായ ഒരു കുപ്പിയിൽ കുറേ മീനുകൾ കാണുമ്പോൾ അവനതിൻ്റെ ഫോട്ടോയൊക്കെ എടുത്തു വെക്കുന്നുണ്ട്. എന്നിട്ട് ആ ഓട്ടോറിക്ഷ മാമൻ തന്നതാണെന്നും ആ കുട്ടി പറയുന്നുണ്ട്. പക്ഷേ അവനവിടെ ചെല്ലുമ്പോഴേക്കും പാർട്ടിയൊക്കെ കഴിഞ്ഞിരുന്നു. കറക്റ്റ് സമയത്ത് അവൻ ഒരിടത്തും ചെല്ലാറില്ല. സോ അവളുടെ പിണക്കം മാറ്റാൻ വേണ്ടി അവൻ പറയുന്നു, ഇന്ന് നമുക്ക് നിൻ്റെ ഫ്ലാറ്റിൽ കേക്കൊക്കെ മുറിച്ച് ആഘോഷിക്കാമെന്ന് പറഞ്ഞ് അവിടെ ചെല്ലുന്നു. അപ്പോൾ അവൾ പറയുന്നുണ്ട്, നാളെ എനിക്ക് രജിത്തിൻ്റെ കൂടെ ഷൂട്ടുണ്ടെന്ന്. അത് കഴിഞ്ഞ് പിന്നെയും രണ്ടുപേരും അടിയിട്ടിട്ട് ബ്രേക്കപ്പ് എന്ന് പറഞ്ഞ് രണ്ട് വഴിക്ക് പോവുകയാണ്. പിന്നീട് ഒരു കൊച്ചുകുട്ടി തൻ്റെ പെറ്റായ റാബിറ്റിൻ്റെ പുറകെ ഓടിപ്പോകുമ്പോൾ കാണുന്നത് ആ ഒരു സൈക്കോ കില്ലർ നേരത്തെ കിഡ്നാപ്പ് ചെയ്ത് ആ കുട്ടിയുടെ ബോഡി കുഴിച്ചിടാൻ വെച്ചിരിക്കുന്നതാണ്. ഇത് കണ്ട് അവൻ പേടിച്ച് നിൽക്കുന്നതും ആ കില്ലർ ആ കുട്ടിയുടെ അടുത്ത് വരുന്നതും മാത്രം കാണിച്ചുകൊണ്ട് സീൻ അവിടെ കട്ടാവുന്നു. അടുത്ത ദിവസം രജിത്ത് ടോണിയുടെ ഓഫീസിൽ വന്നിട്ട്, നീ ഇന്നലെ ഓട്ടോറിക്ഷയിൽ വെച്ച് പരിചയപ്പെട്ട ആ പെൺകുട്ടിയെ കാണാതായിട്ടുണ്ട്, അവളെ അവസാനമായി കണ്ടത് നീയാണ്, നിന്റെ കൂടെയാണ് അവൾ ആ സ്റ്റോപ്പിൽ ഇറങ്ങിയത്, അതുകൊണ്ട് നിന്നെയാണ് ഞങ്ങൾക്ക് സംശയമെന്ന് പറഞ്ഞിട്ട് അവനെ അറസ്റ്റ് ചെയ്യാൻ പറയുന്നു. പക്ഷെ അവൻ പറയുന്നു, ഇന്നലെയും ഞാൻ കൈകയുടെ കൂടെ ആയിരുന്നു, നിനക്ക് വേണമെങ്കിൽ അവളോട് വിളിച്ച് ചോദിക്കാമെന്ന് പറയുന്നു. അത് കേട്ടിട്ട് രജിത്ത് പിന്നെയും ദേഷ്യപ്പെട്ടിട്ട്, ഞാൻ അവളോട് ചോദിച്ചിട്ട് വന്നിട്ട് ബാക്കി പറയാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. പിന്നീട് ടോണിയും അവൻ്റെ ഫ്രണ്ടും കൂടെ ബാറിലിരിക്കുന്ന ടൈമിൽ അവരൊരു ന്യൂസ് കാണുകയാണ്. അതായത് കോടികൾ വില മതിക്കുന്ന ഒരു മീന്, അത് ഇപ്പം മാഫിയയുടെ കയ്യിലാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ അനധികൃതമായ കച്ചവടങ്ങൾ നാട്ടിൽ നടക്കുന്നുണ്ട് എന്ന രീതിയിൽ ഒരു ന്യൂസ് കാണും. പെട്ടെന്ന് നമ്മുടെ ടോണിക്ക് ഒരു ഡൗട്ട് തോന്നിയിട്ട് ആ ഒരു കുട്ടി മീനുമായിട്ടിരിക്കുന്ന ഫോട്ടോ അവൻ്റെ ഫോണിലുണ്ടല്ലോ, അവനത് എടുത്തു നോക്കുന്നു. അത് രണ്ട് സെയിം ആണെന്ന് മനസ്സിലാക്കിയ ടോണി ഇതിന് മുന്നിൽ എന്തെങ്കിലും രഹസ്യം ഉണ്ടാവും, അതുകൊണ്ടാണ് കുട്ടിയെ തട്ടിക്കൊണ്ട് പോയതെന്ന് മനസ്സിലാക്കി ഇത് അന്വേഷിക്കാനായി ശ്രമിക്കും. ആ കുട്ടിയുടെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ടോണിക്കും അതുപോലെ അവൻ്റെ ഫ്രണ്ടിനും മനസ്സിലാവുന്നുണ്ട്, നമ്മുടെ സുനിയുടെ ഓട്ടോയിൽ കുഞ്ഞ് കയറിപ്പോയി കഴിഞ്ഞിട്ട് അവൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ വീട്ടുകാർക്ക് പ്രത്യേകിച്ച് അറിവൊന്നുമില്ല. ഒരു രാഷ്ട്രീയക്കാരൻ്റെ വേഷത്തിലായിരുന്നു ഇവർ അവിടേക്ക് ചെന്നത്. പ്രത്യേകിച്ച് ന്യൂസൊന്നും കിട്ടാത്തതുകൊണ്ട് അവർ ആ ഓട്ടോക്കാരൻ സുനിയുടെ വീട്ടിലേക്ക് പോകാനായി തീരുമാനിക്കുന്നു. കോൺസ്റ്റബിൾസിൻ്റെ വേഷത്തിലാണ് അവിടേക്ക് ചെല്ലുന്നത്. ഓരോ വീട്ടിലും പോകുമ്പോഴും നമ്മുടെ ടോണിയെ ആരോ ഫോളോ ചെയ്യുന്ന പോലെ നമ്മളെ കാണിക്കുന്നുണ്ട്. സുനി പറയുന്നുണ്ട്, ഒത്തിരി ആളുകൾ വീട്ടിൽ കയറി വന്ന് എന്നെ അടിച്ചിട്ട് പോവുകയാണ്, ആരെങ്കിലും എനിക്ക് കുറച്ച് റെസ്റ്റ് തരൂ. സുനി പറയുന്നു, ജോക്കുട്ടൻ്റെ അടുത്ത് ഞാൻ മീൻ വേണമെന്ന് പറഞ്ഞിരുന്നു, അതവൻ ആ ടോളിൽ കൊടുത്തിരുന്നു, അത് ഞാൻ ആ കുട്ടികൾക്ക് കൈ കൊടുത്തു, അല്ലാതെ ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയും. അങ്ങനെ ജോക്കുട്ടനെ അന്വേഷിച്ച് ഇവരൊരു കള്ളുഷാപ്പിൽ ചെല്ലുകയാണ്. ജോക്കുട്ടൻ പറയുന്നു, സുനി പറഞ്ഞതനുസരിച്ച് തുപ്പലാംകുടിച്ചി മീനെയാണ് ഞാൻ പിടിച്ച് കൊടുത്തത്, അതാ ടോളിൽ കൊണ്ട് ആ പയ്യൻ്റെ കൊടുത്തിരുന്നു, നമ്മുടെ ആള് വരുമ്പം ഇത് കൊടുത്തേക്കണേന്ന് പറഞ്ഞു. സുനി പിന്നീട് ടോളിൽ വന്നിട്ട് ആ മീൻ പേടിച്ചോണ്ട് പോവുകയായിരുന്നു. ടോണി തന്റെ ഫോണിലുണ്ടായിരുന്ന ആ മീനിന്റെ പിക്ക് കാണിച്ചിട്ട്, ഇതാണോ നിങ്ങൾ പിടിച്ച തുപ്പലാംകുടിച്ചിന്ന് ചോദിക്കുമ്പോൾ, ഇതൊന്നുമല്ല, ഇത് TT എന്ന് എഴുതിയൊരു കുപ്പിയല്ലേ, ബോൺവിറ്റയുടെ ഒരു കുപ്പിയിലാണ് അവർക്ക് കൊടുത്തു വിട്ടേന്ന് പറയും.
ഇതെല്ലാം കേൾക്കുമ്പോൾ ടോണിക്ക് മനസ്സിലാവുന്നുണ്ട് ഉപ്പെല്ലാം കുടിച്ച മീനെയാണ് നമ്മുടെ ജോമോൻ അവിടെ കൊണ്ട് കൊടുത്തതെങ്കിലും സുനിയുടെ കൈ കിട്ടുന്നത് ആ വിലപിടിപ്പുള്ള മീനായി. സോ ടോളിൽ വെച്ചാണ് ആ മീൻ മാറിപ്പോയിരിക്കുന്നത്. ഇവര് ടോൾ ബൂത്തിൽ പോയിട്ട് ആ ബംഗാളിയുടെ അടുത്ത് ഹിന്ദിയിൽ ഓരോന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും അവൻ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. അവന്റെ പ്രത്യേകിച്ചൊന്നും മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ആ കുപ്പിയിലെ TT എന്നൊരു ലേബൽ ഉണ്ടായിരുന്നല്ലോ, അത് കണ്ടപ്പോഴാണ് നമ്മുടെ ടോണിക്ക് ഓർമ്മ വന്നത്, ഇത് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന്. TT എന്നത് അവൻ്റെ കളിക്കൂട്ടുകാരനായ തിങ്കൾ തോമസിൻ്റെ ഷോർട്ട് ഫോം ആയിരുന്നു. സോ അവൻ എന്തുണ്ടാക്കിയാലും അതിൽ TT എന്ന് എഴുതാറുണ്ട്. സോ അത് ഓർമ്മ വന്നിട്ട് അവനെ വിളിക്കും. അവൻ പറയും, ഞാൻ പെട്ടെന്ന് ഒരു ട്രിപ്പിന് പോകാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഇപ്പം നിന്നെ എനിക്ക് മീറ്റ് ചെയ്യാൻ പറ്റില്ല, ഞാനാണ് TT എന്ന് എഴുതിയ കുപ്പിയിൽ ആ മീനെല്ലാം കൊടുത്തു വിട്ടത് എന്ന് പറയുന്നു. ട്രിപ്പ് എന്നവൻ ഉദ്ദേശിച്ചത് ഇതുപോലെ ഏതോ ഏടാകൂടത്തിൽ പെട്ടിട്ട് പോലീസ് അവനെ അറസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. സോ ജയിലിൽ ട്രിപ്പ് കഴിഞ്ഞിട്ട് വന്നിട്ട് ടോണിയെ മീറ്റ് ചെയ്യുമെന്നാണ് നമ്മുടെ തിങ്കൾ ഉദ്ദേശിച്ചത്. ടൈമില് നമ്മുടെ കൈകി ടോണിയെ അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കാരണം പിണങ്ങിയിരിക്കുകയാണല്ലോ. അപ്പോൾ അവളറിയാതെ അവളുടെ കാറിൽ കയറി ഒരു ദിവസം ഇരിക്കും, എന്നിട്ട് ഹാപ്പി വാലന്റൈൻസ് ഡേ വിഷ് ചെയ്യും. പക്ഷെ അവൾ അവിടെ കിടന്ന് ആരെങ്കിലും ഹെൽപ്പ് എന്ന് വിളിച്ചു പോകും. അപ്പോൾ നമ്മുടെ ടോണിയും ഹെൽപ്പ് എന്ന് വിളിച്ചു പോകും. പക്ഷെ രണ്ട് അപരിചിതർ അവരുടെ കാറിന്റെ പുറകിൽ വന്നിരിക്കും. അപ്പോൾ ഇവർ പറയും, അയ്യോ ഞങ്ങൾ ചെറിയൊരു പ്രാങ്ക് ചെയ്താണ്, ഞങ്ങൾ ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും ഒക്കെ ആണെന്ന്. പക്ഷെ അവർ പറയും, ഞങ്ങൾ പ്രാങ്ക് അല്ല, സീരിയസ് ആണ്, വണ്ടി എടുത്തു എന്ന് പറയും. എന്നിട്ട് അവർ പറഞ്ഞ ലൊക്കേഷനിലേക്ക് നമ്മുടെ ടോണിയെയും കൈകയും കൊണ്ടുപോവുകയാണ്. ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോണി പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ഒരാൾ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നില്ലേ, അയാളാണ്. അയാൾ പറഞ്ഞിട്ടാണ് അവരെ നമ്മുടെ ടോണിയും കൈകയും അവിടേക്ക് കൊണ്ടുവന്നിരുന്നത്. അന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ടോണി ഇറങ്ങി വരുന്ന ടൈമിൽ ഒരു ഗുണ്ട ടോണിയെ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അയാൾ പറഞ്ഞിട്ടാണ് ടോണിയെ ഒരാൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. ഇതെല്ലാം കനകസഭാതിയുടെ ആളുകളായിരുന്നു. അയാൾ പറഞ്ഞിട്ടാണ് ടോണിയെ ഒരാൾ ഫോളോ ചെയ്തത്. കാരണം ഇവനെ ആ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയത് ആ കുട്ടിയെ കാണുന്നില്ല എന്ന് പറഞ്ഞാണല്ലോ. ആ കുട്ടിയുടെ കയ്യിൽ മീനുള്ള കാര്യം ഇവർക്ക് മനസ്സിലായിരുന്നു. സോ അതിനെപ്പറ്റി എന്തെങ്കിലും ന്യൂസ് കിട്ടുമോ എന്നറിയാനാണ് അവരുടെ പാചകശാലയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്, കൂടെ കൈകയും കൊണ്ട്. ഇവരെ പിടിച്ചുകൊണ്ട് വരാൻ പറയുന്ന ആ വില്ലൻ ടോണിയെ കണ്ടോടനെ വന്ന് അവൻ്റെ കരുണക്കുറ്റിക്ക് ഒരെണ്ണം കൊടുത്തിട്ട് മീൻ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. ടോണി പറയുന്നു, എനിക്ക് മീനെക്കുറിച്ച് ഒന്നും അറിവില്ലാന്ന്. കൈകയെ അന്തം വിട്ടിരിക്കുകയാണ്, ഇവൻ വല്ല മീൻ കച്ചവടം തുടങ്ങിയോ അതോ എന്ത് നൂലാമലയാണ് ഒപ്പിച്ച് വെച്ചിരിക്കുന്നതെന്ന്. ആ ടൈമിലാണ് കനകസഭാതിയുടെ എൻട്രി. പുള്ളി വന്നിട്ട് പറയുന്നു, എനിക്ക് റെസ്റ്റോറൻറ്റുകളും ഹോട്ടലുകളും ഒക്കെ ഉണ്ടെങ്കിലും സൈഡ് ബിസിനസ്സായിട്ട് ഞാനൊരു മാഫിയ കൊണ്ടുപോകുന്നുണ്ട്. എൻ്റെ ഒരു സാധനം നഷ്ടപ്പെട്ടിട്ട് ഇന്ന് ഒരാഴ്ചയിൽ കൂടുതലായി. കോടികൾ വിലമതിക്കുന്ന സാധനങ്ങളാണ് അതെല്ലാം എവിടെ പോയി എന്ന് നമ്മുടെ ടോണിയുടെ അടുത്ത് ചോദിക്കുകയാണ്. ആ പിടിച്ചുകൊണ്ട് വന്ന ഗുണ്ടയാണ് പറയുന്നത്, മക്ബലായിരിക്കും ചതിച്ചത്, എനിക്ക് പെഡ് ഡിറ്റക്റ്റീവിനും സംശയമുണ്ടെന്ന്, അത് കാരണമാണ് ഇവരെ പിടിച്ചുകൊണ്ട് വന്നതെന്ന് കനകസഭാതിയുടെ അടുത്ത് ആ ഗുണ്ട പറയുന്നുണ്ട്. സോ അയാൾ ഇവരുടെ അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പക്ഷെ ടോണി പറയുന്നു, എനിക്ക് അങ്ങനെ ഒരു മീനെ പറ്റി ഒട്ടും അറിവില്ലാന്ന്. ആ ടൈമിലാണ് നമ്മുടെ ടോണിയുടെ ഫോണിലേക്ക് നമ്മുടെ തിങ്കൾ വിളിക്കുന്നത്. അവൻ പറയുന്നു, എനിക്ക് ജാമ്യം കിട്ടി, നീ എന്ന് ചോദിച്ചിരുന്നില്ലേ ഒരു കുപ്പിയുടെ കാര്യം, ഒരു മീനിനെയൊക്കെ വെച്ചിട്ട്, അത് ഞാനാണ് ഉണ്ടാക്കിയത്. ആക്ച്വലി ആ മീൻ തിങ്കളുടെ കയ്യിൽ കിട്ടുന്നത് ഒരാൾക്ക് സർപ്രൈസ് ഗിഫ്റ്റായിട്ട് മീനിനെ കൊടുക്കാനായിട്ട് ഒരു ബോട്ടിൽ ഡെക്കറേറ്റ് ചെയ്യാനാണ്. അതേ ടൈമിൽ തന്നെ അവന് ഒരു കുപ്പിയിൽ ഹസ്ബൻഡിനെ പറ്റിക്കാൻ ജോളി എന്നൊരു പെൺകുട്ടി ബോംബ് വെച്ച് കൊടുക്കണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കള്ളു കുപ്പിയിൽ. സോ ഇതറിയാതെ തിങ്കളുടെ ചേട്ടൻ ടിൻഡു ആ മീൻ വെച്ച കുപ്പിയിൽ തന്നെയാണ് ബോംബ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ടോണി, ആ മീൻ്റെ കുപ്പി നിൻ്റെ കയ്യിൽ കിട്ടുവാണെങ്കിൽ അത് തുറക്കരുതേ, അതിനുള്ളിൽ ബോംബാന്ന് പറയുന്നു. ഇത് കേട്ട് കനകസഭാതി ആകെ ദേഷ്യപ്പെടുന്നു. കോടികൾ വിലമതിക്കുന്ന മീനുകളാണ് ആ കുപ്പിയിലുള്ളത്, അതിനകത്ത് ബോംബ് വെച്ചേക്കുന്ന കേട്ട ഉടനെ കനകസഭാതിയുടെ ആളുകൾ തിങ്കളിനെയും ആ ഗോഡൗണിലേക്ക് കൊണ്ടുവന്ന് കെട്ടിയിട്ടിട്ട് പോവുകയാണ്. കൂടെയുള്ള ഗുണ്ടകളെല്ലാം പോകുന്ന സമയത്ത് ടോണി ചോദിക്കുന്നു, എടാ അത് കോടിക്കണക്കിന് വിലയുള്ള മീനുകളാണ്, നീ എന്തിനാണ് അതിനകത്ത് ബോംബ് വെച്ചത്? അതൊക്കെ പോട്ടെ, ആ മീനിൻ്റെ ആ ഒരു ഓർഡർ എന്ന ആളെ നിനക്ക് അറിയാമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ തിങ്കൾ പറയുന്നുണ്ട്, അയാളുടെ ഫോട്ടോ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ, അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ലെന്നേ. ഫോട്ടോ നിൻ്റെ കയ്യിലുണ്ടോ? ആ ടൈമിൽ നമ്മുടെ ടോണി എന്ത് ചെയ്യുന്നു വെച്ചാൽ, കെട്ടിയിട്ട കയറ് അവൻ്റെ വാച്ചിൻ്റെ ലൈറ്റർ ഉപയോഗിച്ച് കത്തിച്ച് കളഞ്ഞിട്ട് എല്ലാവരെയും രക്ഷപ്പെടുത്തിയിട്ട് ഒരാളുടെ ഫോട്ടോ കാണിച്ച് ചോദിക്കുന്നുണ്ട്, ഇയാളാണോ നിനക്ക് ആ മീനിൻ്റെ ഓർഡർ തന്നേന്ന്? അപ്പോൾ തിങ്കൾ പറയുന്നു അതേന്ന്. സോ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ വേണ്ടി ഇവരെല്ലാവരും കൂടെ എഴുന്നേറ്റ് പോകുന്നു. ആ ടൈമിൽ രജിത്ത് കൈകേക്കായിട്ട് ഒരു വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് അവരുടെ കാറിൻ്റെ പുറകിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഗിഫ്റ്റ് പുറത്ത് കിടക്കുന്നത് കണ്ടിട്ട് നമ്മുടെ ടോണി അതിനിട്ടൊരു ചവിട്ട് കൊടുക്കുന്നു. അതങ്ങോട്ട് പൊട്ടിയപ്പോഴത്തേനും എൻ്റെ ഭഗവാനെ, രജിത്തിൻ്റെ ഒരു പാട്ടായിരുന്നു. ആ പാട്ടും കുറേ ലവ് ബോംസും എല്ലാം കൂടെ വന്ന് എല്ലാവരും ഞെട്ടിപ്പോകുന്നു, ഭയങ്കര ബഹളമാവുന്നു. ആ ഗുണ്ടകളെല്ലാം ഈ ശബ്ദം കേട്ട് അകത്തേക്ക് വരുന്നുണ്ട്. പിന്നെ അവിടെ പൊരിഞ്ഞ അടിയാണ്, അടിയോടടി. ടോണിയും കൈകയും തിങ്കളും കൂടെ അവിടെയുള്ള ഒരുവിധ ആളുകളെല്ലാം അടിച്ച് നിരപ്പാക്കുന്നുണ്ട്. ആ ടൈമിൽ ഒരു സ്ത്രീ അകത്ത് നിന്ന് പാചകം ചെയ്യുകയായിരുന്നു. അവർ പാവമായിരിക്കുമെന്ന് വിചാരിച്ച ടോണി അവരെ നോക്കി ചിരിക്കുമ്പോൾ അവർ ഓടി വന്ന് ഒറ്റ അടി കൊടുക്കുന്നു.
ടോണി അവരെ അടിക്കാൻ വരുന്നത് കണ്ടിട്ട് കൈകൈ ഓടി വന്നിട്ട് പറയും അവരൊരു സ്ത്രീയാണ്, അവരെ ഉപദ്രവിക്കേണ്ടെന്ന്. പക്ഷേ ആ മൊമെൻറ്റിൽ ആ സ്ത്രീ നമ്മുടെ കൈകൈക്കും ഒറ്റയടി കൊടുക്കുന്നു. ഇത് കണ്ടിട്ട് ടോണി നമ്മുടെ കൈകൈയെ പൊക്കിയെടുത്ത് അവർക്കൊരു ചവിട്ട് കൊടുത്ത് അവിടെ ബോധം കെടുത്തിയിട്ടിട്ട് രക്ഷപ്പെടാൻ ഓടുമ്പോൾ തിങ്കൾ അവിടേക്ക് വരുന്നത്. തിങ്കൾ വിചാരിക്കും അയ്യോ പാവം ഒരു സ്ത്രീ ബോധം കെട്ട് കിടക്കുകയാണെന്ന് പറഞ്ഞ് അവരെ രക്ഷിക്കാൻ പോകും. പക്ഷെ അവരെന്ത് ചെയ്യും, നമ്മുടെ തിങ്കളുടെ കയ്യെ പിടിച്ചങ്ങ് വലിക്കും. തിങ്കളിന് അവിടെ ഇതായി പോകുന്നുണ്ട്. നമ്മുടെ ടോണിയുടെയും കൈകയുടെയും കൂടെ രക്ഷപ്പെട്ടു പോകാൻ പറ്റുന്നില്ല. അവസാനം തിങ്കൾ അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ച് ടോണിയും കൈകയും ഷട്ടറും താഴ്ത്തിയിട്ടിട്ട് അവിടുന്ന് രക്ഷപ്പെട്ടു പോവുകയാണ്. കാറിൽ കയറി കഴിയുമ്പോഴാണ് ആ ഫോട്ടോയിലുള്ള ആളെ തനിക്കറിയാമെന്ന് കൈകൈ പറയുന്നത്. ആ മീനിൻ്റെ ഓർഡർ കൊടുത്ത പുള്ളി. സോ അയാൾ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ കൈകൈക്ക് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയക്കുന്ന ആളാണ്. സോ പുള്ളി ഒരു കോഴി ആയതുകൊണ്ട് തന്നെ നീ അയാളെ വിളിച്ചിട്ട് നാളെ ഒരു മോളിൽ മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ പറയുന്നു. സോ അവൾ അങ്ങനെ മെസ്സേജ് അയക്കുമ്പോൾ അയാൾ വരാമെന്ന് സമ്മതിക്കുന്നു. അടുത്ത ദിവസം ടോണി ഒരു പർദ്ദയിട്ട് പോന്നു, കൈകയും പോന്നു, അയാളെ മീറ്റ് ചെയ്യുന്നു. ഇവരെ രജിത്ത് ഫോളോ ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഇവരിത് കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു ക്രെഡിറ്റ് രജിത്തിന് എടുക്കാമല്ലോ. സോ അവർ മോളിൽ പോകുന്ന ടൈമിൽ രജിത്തും വേഷം മാറി അവിടെ ചെല്ലുന്നുണ്ടായിരുന്നു. ടോണി പർദ്ദ പൊക്കിയിട്ട് ആ മീനിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ അയാൾ ഇറങ്ങി ഓടുന്നുണ്ട്, പുറകിന് ടോണി ഇറങ്ങി ഓടുന്നുണ്ട്. ഇത് കണ്ട് രജിത്ത് ഇറങ്ങി ഓടുന്നു. കൂടാതെ ടോണിയുടെ കൂട്ടുകാരൻ അവിടെ ഉണ്ടായിരുന്നു, അവനും ഓടുന്നു. എല്ലാവരും ഓടി അയാളെ പിടിക്കുകയാണ്. ഷാജി എന്നാണ് അയാളുടെ പേര്. സോ അയാൾ പറയുകയാണ് എന്താണ് ശരിക്കും നടന്നത്. സെൽവം ഹാർബറിൽ നിന്ന് മീനുമായി മക്ബലിൻ്റെ കൂടെ കാറിൽ പോകുന്നു. മക്ബാൽ ഇടയ്ക്ക് വെച്ച് പുറത്തിറങ്ങിയ ടൈമിൽ കുറച്ച് ആളുകൾ, അതായത് ഷാജിയുടെ ആളുകൾ വന്നിട്ട് ഈ സെൽവത്തിൻ്റെ കയ്യിൽ നിന്ന് മീൻ അടിച്ചു മാറ്റുന്നു. യാക്കത്തലി എന്ന് പറഞ്ഞ ആൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഷാജി സെൽവനെ കൊന്നിട്ട് ആ മീനുമായി അവിടുന്ന് രക്ഷപ്പെട്ടത്. ടോൾ വഴി ആ മീൻ കൊണ്ടുപോകുന്നത് റിസ്ക് ആയതുകൊണ്ട് തന്നെ ടോളിലെ ഷാജിയുടെ ആളിൻ്റെ കയ്യിൽ അതുകൊണ്ട് കൊടുത്തിട്ട് 2 ചെറുപ്പക്കാർ വരും, അവർ വരുമ്പോൾ ഇത് കൊടുത്തേക്കണം എന്ന് പറഞ്ഞു വിടുന്നു. പിന്നീട് ഷാജി പറഞ്ഞ പ്രകാരം 2 ചെറുപ്പക്കാർ വരുമ്പോൾ ആ ടോളിലെ ചെറുക്കൻ ആ മീനെ എടുത്ത് കൊടുത്തിട്ട് ഇത് നേരെ മംഗലപുരത്ത് യാക്കത്തലിയുടെ വീട്ടിലേക്ക് അയക്കാനായി പറയുന്നു. പക്ഷേ യാക്കത്തലിയിൽ കിട്ടുന്നത് ആ തുപ്പലാംകുടിച്ചു മീനായിരുന്നു. അത് കാരണം യാക്കത്തലി നാട്ടിലേക്ക് വന്നിട്ട് ഷാജിയെ ഭീഷണിപ്പെടുത്തിയിട്ട് ആ മീൻ എവിടെയാടാ, നീയല്ലേ എന്നെ ചതിച്ച് എന്ന് ചോദിച്ചു ഭീഷണിപ്പെടുത്തുന്നു. പക്ഷെ ഷാജി പറയുന്നു എൻ്റെ പൊന്നു സാറേ, ഞാൻ ആ പിള്ളേരുടെ മീൻ കൊടുത്തതാണ്, ബാക്കി കാര്യങ്ങളൊന്നും എനിക്കറിയില്ല, ഒരു 7 ദിവസം സമയം തന്നാൽ ഞാനിത് കണ്ടുപിടിച്ച് തരാമെന്ന് പറയുന്നു. സോ ടോണിയെ പോലെ തന്നെ ഷാജിയും ആ മീനിന് പിറകിലുള്ള ഓട്ടത്തിലാണ്. ഷാജിയെ അടിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് യാക്കത്തിലേക്ക് ഒരു ഫോൺ കോൾ വന്നിട്ടുണ്ടായിരുന്നു. ഫോൺ വിളിച്ച ആൾ പറയുന്നുണ്ട് ഒരു സുൽത്താൻ അദ്ദേഹത്തിൻ്റെ കാമുകിക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോയ മീനാണ് നിന്നോട് അടിച്ചു മാറ്റിക്കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞത്, നീ ഇതിൽ ഫെയിലായിരിക്കുന്നു, നിനക്ക് ഞാൻ 10 ദിവസം തരാം, അതിനുള്ളിൽ നീ അത് കണ്ടുപിടിച്ച് തരണമെന്ന് പറയുന്നു. അതിനുശേഷം നമ്മുടെ ടോണി ഷാജിയെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അടുത്ത ദിവസം ഗോൾഫ് കോഴ്സിൽ നമ്മുടെ യാക്കത്തലി വരുന്നുണ്ടെന്നറിയും. രജിത്തും ഇത് കേൾക്കുന്നുണ്ടായിരുന്നു. സോ ടോണിയെക്കാളും മുൻപേ അവനെ കണ്ടുപിടിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ വേഷം മാറി രജിത്തും ഗോൾഫ് കോഴ്സിൽ വരുന്നുണ്ട്. അവിടെ ചെന്ന ടോണി അവിടുത്തെ ബോളിൽ സ്പീക്കർ വെച്ചിട്ട് യാക്കത്തലി പറയുന്നത് കേൾക്കുന്നു. അതിൽ നിന്ന് മനസ്സിലാവും സാംബയാണ് ഈ ഒരു സോഴ്സ് യാക്കത്തലിക്ക് പറഞ്ഞു കൊടുത്തതെന്ന്. ഇത് അടുത്തു നിന്ന് രജിത്തും കേൾക്കുന്നുണ്ടായിരുന്നു. അയാൾ ഉടനെ ഈ ന്യൂസ് എക്സ്ക്ലൂസീവായി മീഡിയയ്ക്ക് കൊടുക്കണം എന്ന് വിചാരിക്കുന്നു. ഈ ടൈമിൽ ടോണി അച്ഛൻ പണ്ട് സാംബയെപ്പറ്റി അന്വേഷിച്ച ഫയൽസൊക്കെ തൽപ്പാൻ വേണ്ടി അയാളുടെ ഓഫീസ് റൂമിൽ കയറുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ അച്ഛൻ ഓഫീസിലേക്ക് വരുന്നതുകൊണ്ട് തന്നെ അവർക്ക് പ്രത്യേകിച്ചൊന്നും അന്വേഷിക്കാൻ പറ്റുന്നില്ല. പിന്നെ അച്ഛൻ അവരെ ഡിന്നർ കഴിക്കാൻ താഴേക്ക് കൊണ്ടുപോകുമ്പോൾ അയാളുടെ പണ്ടത്തെ വീരസാഹസിക കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സാംബയുടെ കഥ പറയുമ്പോൾ അയാൾ പറയുന്നുണ്ട് സാംബയ്ക്ക് തന്നെ പേടിയാണ്, അങ്ങനെയൊക്കെ അടിച്ചു വിടുന്നുണ്ട്. അപ്പം നമ്മുടെ ടോണിയുടെ ഫ്രണ്ട് പറയുന്നു സാംബയെ പറ്റി ഇപ്പം അന്വേഷിക്കുന്നത് അങ്കിളുടെ മോനാണ്, അങ്കിൾ അതിൽ പ്രൗഡായിട്ടിരിക്കണം എന്നൊക്കെ പറയുമ്പോൾ പുള്ളി ഞെട്ടിപ്പോവുകയാണ്. സാംബ കേരളത്തിലേക്ക് വന്നോ എന്ന് ഞെട്ടിയിട്ട് പുള്ളി ഓടിപ്പോയി മുറിക്കകത്ത് കയറി പേടിച്ചിരിക്കുകയാണ്. അന്നത്തെ ഫ്ലാഷിൽ തൻ്റെ മുഖം അയാൾ വ്യക്തമായി കണ്ടുവെന്ന് നമ്മുടെ ടോണിയുടെ അച്ഛന് നല്ല ഉറപ്പാണ്. സോ രണ്ടുപേരെയും നമ്മുടെ ടോണിയുടെ അച്ഛൻ വീട്ടിൽ നിന്ന് പേടിച്ചിറക്കി വിടുകയാണ്. ആ സാംബയെ പറ്റി നമ്മുടെ ടോണിയുടെ അച്ഛൻ ആലോചിക്കുകയാണ്. അന്നത്തെ ഇൻസിഡന്റ്, അന്നത്തെ ഫ്ലാഷിൽ ടോണിയുടെ അച്ഛൻ കണ്ട ആ ആൾ മറ്റാരുമല്ല, നമ്മുടെ ആ ഫ്ലാറ്റിൽ ആന്റി ഒരു ഹസ്ബൻഡിനെ വെറുപ്പിച്ചുകൊണ്ട് നടക്കത്തില്ലേ, അയാളാണ് ശരിക്കും സാംബ. ഈ ടൈമിൽ രജിത്ത് മീഡിയയ്ക്ക് റിപ്പോർട്ട് കൊടുക്കുകയാണ് സാംബയാണ് ഈ മീൻ മാഫിയയ്ക്ക് പിറകിലുള്ള ആളെന്ന്. അപ്പോൾ ആ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന ആളെപ്പറ്റി ചോദിക്കുമ്പോൾ രജിത്ത് ആളാവാൻ വേണ്ടി പറയും അത് ടോണിയാണ്, പെഗ് ഡിറ്റക്റ്റീവ് ഏജൻസി നടത്തുന്ന ആളാണ്. അവസാനം കാണാതായ ആ മോളുടെ കൂടെ നമ്മുടെ ടോണി നിൽക്കുന്ന ഫോട്ടോസൊക്കെ രജിത്ത് ന്യൂസിനെ കാണിക്കും. അങ്ങനെ നമ്മുടെ ടോണിയെ ഒരു പിടികിട്ടിയ പുള്ളിയായിട്ട് മീഡിയ എല്ലാം പ്രഖ്യാപിക്കുകയാണ്. ഷാജി പറഞ്ഞനുസരിച്ച് 2 ആളുകളാണല്ലോ ടോണിൽ മീൻ കൊടുത്തത്. സോ അവരുടെ നമ്പർ നമ്മുടെ ടോണി നോക്കുമ്പോഴേക്കും എല്ലാം സ്വിച്ച് ഓഫ് ആണ്. സോ അവൻ്റെ ഡിറ്റക്റ്റീവ് ഏജൻസിയുടെ തന്നെ ആപ്പിൽ ആ നമ്പർ ആഡ് ചെയ്തിട്ട് അതെപ്പോൾ സ്വിച്ച് ഓൺ ആയാലും ഇവിടെ നോട്ടിഫിക്കേഷൻ വരുന്ന രീതിയിൽ ഓൺ ആക്കിയിടുന്നുണ്ട്. അപ്പോഴാണ് ടോണിക്കൊരു കാര്യം ഓർമ്മ വരുന്നത്, അവൻ്റെ കൂട്ടുകാരൻ്റെ ലവർ ഒരു ഫുഡ് ഡെലിവറി ആപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. സോ ഈ ഒരു മൊബൈലിൻ്റെ ഡേറ്റ എന്തായാലും അവളുടെ കൈ കാണും. അപ്പോൾ അതിൻ്റെ ലൊക്കേഷനും കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് വിചാരിച്ച് അവളോട് ഈ കാര്യത്തെപ്പറ്റി പറയുന്നു.
അവൾ ആ ഡേറ്റാബേസ് എല്ലാം അന്വേഷിച്ചിട്ട് ആ നമ്പർ സ്വിച്ച് ഓൺ ആയിട്ടുള്ള ലൊക്കേഷനെല്ലാം ടോണിയുടെ കയ്യിൽ കൊണ്ട് കൊടുക്കുകയാണ്. ആ ടൈമിൽ സാംബയുടെ വീട്ടിൽ അയാളുടെ ഭാര്യ ചായ കൊള്ളില്ല എന്ന് പറഞ്ഞ് തിളച്ച ചായ എടുത്ത് സാംബയുടെ മോന്തയ്ക്ക് ഒഴിക്കുന്നുണ്ട്. ആ ദേഷ്യത്തിന് സാംബ ഫ്ലാറ്റിൻ്റെ സെക്യൂരിറ്റി ഓഫീസിൽ ചെന്നിട്ട് ആ 2 സെക്യൂരിറ്റിക്കാരോടുത്ത് സംസാരിക്കുന്നുണ്ട്. അതായത് 4 വർഷം മുമ്പ് നടന്ന കാര്യം. സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 2 സെക്യൂരിറ്റിയും സാംബയുടെ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നതാണ്. മെക്സിക്കോയിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര ദാരിദ്ര്യവും വിശപ്പും കാരണം എന്തെങ്കിലും ഒരു ഉടായിപ്പിൽ പങ്കെടുക്കണം എന്ന് വിചാരിച്ചാണ് സാംബയെ ആ ഏജ്ഡ് ആയിട്ടുള്ള സ്ത്രീയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അവരുടെ ഒരു അടിമയെ പോലെ ഇയാൾ അവിടെ ജീവിക്കുന്നത്. കൂടാതെ ആ സെക്യൂരിറ്റികൾക്ക് അവിടെ ജോലിയും മേടിച്ചു കൊടുത്തു. സോ അവരുടെ വിശപ്പിനെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവുന്നുണ്ടല്ലോ. അങ്ങനെയാണ് അയാൾ അവരെ സഹിച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്നത്. ടോണിയുടെ ഫ്രണ്ടിൻ്റെ ലവർ തന്ന ലൊക്കേഷൻ നമ്മുടെ കൈകയുടെ സെയിം ഫ്ലാറ്റ് ആയിരുന്നു. അതായത് സാംബ ജീവിക്കുന്ന അതേ ഫ്ലാറ്റ്. അവിടെയാണ് ആ 2 ചെറുപ്പക്കാരുടെ ലൊക്കേഷൻ ലാസ്റ്റായിട്ട് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. സോ ടോണി ആ ഫ്ലാറ്റിലേക്ക് അവൻ്റെ ഫ്രണ്ടിനെയും കൂട്ടി ചെല്ലുകയാണ്. ഈ ടൈമിൽ സാംബ സെക്യൂരിറ്റി ഓഫീസിലിരുന്ന് അവരോടൊക്കെ സംസാരിക്കുകയാണ്. സോ വീണ്ടും ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. ഷാജി ഫോൺ എടുത്തിട്ട് ആ 2 ചെറുപ്പക്കാരോട് ടോളിൽ ഉള്ള മീന് മംഗലാപുരത്തേക്ക് എത്തിക്കാമോ എന്ന് ചോദിക്കുന്നു. അവർ ഓക്കെ പറഞ്ഞിട്ട് ആ പരിപാടി ഏറ്റെടുക്കുകയാണ്. അങ്ങനെ അവന്മാരാണ് ടോളിൽ ചെന്നിട്ട് മീനെടുത്ത് മംഗലാപുരത്തേക്ക് അയച്ചു കൊടുത്തത്. പക്ഷേ ഇത് മറ്റേ ലോക്കൽ മീനായിരുന്നു മംഗലാപുരത്തേക്ക് കിട്ടിയത്. ഒറിജിനൽ മീൻ അവിടെ വെച്ച് തന്നെ മാറിപ്പോയിട്ടുണ്ടായിരുന്നു. ഈ ടൈമിൽ യാക്കത്തലി ഷാജിയെ പിടിച്ചുകൊണ്ട് ആ സെയിം ഫ്ലാറ്റിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. സോ ടോണി പുറത്തു നിന്ന് കേൾക്കുന്നുണ്ട്, ഞാനല്ല സാറേ ഇതൊന്നും ചെയ്തത്, ആ ഡിറ്റക്റ്റീവ് ആയിരിക്കും, അവനും ഈ മീനിൻ്റെ പുറകിൽ നടപ്പുണ്ട് എന്നൊക്കെ പറയും. ഇതെല്ലാം നമ്മുടെ ടോണി പുറത്തു നിന്ന് കേൾക്കുന്നുണ്ട്. അവനെ കൊല്ലാനായി കത്തിയെടുക്കുന്ന സമയത്ത് ടോണി നേരത്തെ തന്നെ ഇത് മുൻകൂട്ടി കണ്ടിട്ട് സ്വിഗ്ഗിയിൽ ഒരു ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അവർ വന്നിട്ട് ഓർഡറിന് വാതിലിൽ മുട്ടുന്നു. അതുകൊണ്ട് തന്നെ ഡ്രില്ലടിച്ച് നമ്മുടെ ഷാജിയെ കൊല്ലുന്ന പ്ലാൻ ഫെയിലായി പോവുകയാണ്. ഈ ടൈമിൽ ആ 2 ചെറുപ്പക്കാരുടെ കൂടെ തന്നെയായിരുന്നു ആ കൊച്ചുകുട്ടിയും ഉണ്ടായിരുന്നത്. അവളുടെ കയ്യിൽ ആ മീനുമുണ്ട്. അത് അവന്മാർക്കും മറ്റാർക്കും അറിയില്ല ഇതാണ് ആ മറ്റേ മീനെന്നുള്ള കാര്യം. സോ ആ പെൺകുട്ടിയെ തട്ടിക്കൊണ്ട് പോകാനായിട്ടും ഈ ചെറുപ്പക്കാർക്ക് ഒരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ചെറുപ്പക്കാര് ആ കുട്ടിയെയും കൊണ്ട് ഫ്ലാറ്റിന്റെ മുകളിൽ താഴോട്ടിറങ്ങുന്ന സമയത്ത് യാക്കത്തിലിയെ കാണുന്നു. യാക്കത്തിലിക്ക് ഷാജി കാണിച്ചു തന്ന ഫോട്ടോയിൽ ഇവന്മാരാണ് ആ കൊച്ചിനെയും മീനെയും കൊണ്ട് പോയത് എന്ന് മനസ്സിലാവുന്നുണ്ട്. സോ യാക്കത്തിലിയുടെ ആളുകൾ അവന്മാരെ ഫോളോ ചെയ്ത ടൈമിൽ ആ പെൺകുട്ടി ഒരു ലിഫ്റ്റിനകത്ത് കയറി രക്ഷപ്പെട്ടിട്ട് റോഡിലേക്ക് പോകുന്നു. പക്ഷെ ആ കുട്ടി ചെന്ന് എത്തുന്നത് നമ്മുടെ ആ സീരിയൽ കില്ലറിന്റെ കൺമുമ്പിലേക്കാണ്. ഇനി ആ 2 ചെറുപ്പക്കാരുടെ കയ്യിൽ എങ്ങനെയാണ് ആ മോളെ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്ബാലിനെ സംശയമുണ്ടെന്ന് കനകസഭാതിയുടെ കൂടെയുള്ള ഒരുത്തൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സോ അയാളാണ് മക്ബാലിന്റെ കുഞ്ഞിനെ കിഡ്നാപ്പ് ചെയ്യാനായിട്ട് പറയുന്നത്. കിഡ്നാപ്പ് ചെയ്ത് നേരെ അവരെ ഫ്ലാറ്റിൽ വന്നായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അയാൾ വിളിക്കുന്നുണ്ടായിരുന്നില്ല. ചോദിക്കുമ്പോൾ ഓരോ ഒഴിവുകേടുകൾ പറയുകയായിരുന്നു. ഒരു ദിവസം ഇവർ ആക്സിഡന്റലി ഒരു പോലീസിനെ ഫ്ലാറ്റിൽ വെച്ച് കാണുമ്പോൾ പേടിച്ചു പോയിട്ട് അയാളോട് വിളിച്ച് പറയും ഇനി കുഞ്ഞിനെ കയ്യിലിരുത്തുന്നത് സേഫ് അല്ലെന്ന്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, കുഞ്ഞിനെ ഇന്ന് രാത്രി നീ എൻ്റെ കയ്യിൽ തന്നിരിക്കുക, ഞാൻ ബാക്കിയെല്ലാം ചെയ്തോളാന്ന്. കുഞ്ഞിനെന്തെങ്കിലും അപകടം പറ്റാനായിരിക്കുമോ എന്ന് സംശയം തോന്നി അവർ കുഞ്ഞിനെയും കൊണ്ട് രക്ഷപ്പെടാൻ ഒരുങ്ങുമ്പോഴാണ് യാക്കത്തിലിയുടെ ഫ്രണ്ടിൽ ചെന്ന് പെടുന്നതും ആ കുട്ടി ലിഫ്റ്റിൽ കയറി താഴേക്ക് പോയി ആ സീരിയൽ കില്ലറിന്റെ കയ്യിൽ പെടുന്നതും. ടോണി ആ കുഞ്ഞിന്റെ പുറകെ ഇറങ്ങി ഓടുന്നുണ്ട്. ബട്ട് ആ ടൈമിൽ മക്ബൽ വന്നിട്ട് നമ്മുടെ ടോണിയെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് ഒരു മുറിയിൽ പോയിട്ട് അടിക്കുകയാണ്, അവൻ്റെ കുഞ്ഞെന്തേലും ചോദിച്ചുകൊണ്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നിന്റെ കുഞ്ഞിനെ ഞാൻ കണ്ടുപിടിച്ച് തരും എന്ന് പറഞ്ഞിട്ട് അവരെയൊക്കെ അടിച്ചൊരു മൂലയിലാക്കിയിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. ആ ടൈമിലാണ് അവൻ ഓർക്കുന്നത് ആ കുട്ടി റോഡിലേക്ക് ഓടി രക്ഷപ്പെടുന്ന ടൈമിൽ നമ്മുടെ ആ പെറ്റ് ഡോഗ് കണ്ണനില്ലേ, അവനും ആ കുട്ടിയുടെ പുറകിനും ഉണ്ടായിരുന്നു. പെട്ടെന്നാണ് ടോണിക്ക് ഓർമ്മ വരുന്നത് ആ കണ്ണൻ്റെ ബെൽറ്റിൽ നമ്മുടെ ടോണി ഒരു GPS ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സോ കുട്ടി എവിടെയുണ്ടെന്ന് ആ പട്ടിയുടെ GPS വഴി മനസ്സിലാക്കാമെന്ന് ടോണി വിചാരിക്കും. അങ്ങനെ ടോണി എത്തുന്നത് ആ സീരിയൽ കില്ലറിന്റെ ഗോഡൌണിലേക്കാണ്. ആ കനകരാജിന്റെ ഗുണ്ടയില്ലേ നമ്മുടെ ടോണിയെ ഫോളോ ചെയ്തയാൾ, അയാളും ഈ സീരിയൽ കില്ലറിന്റെ കൂടെ അവിടെ ഉണ്ടായിരുന്നു. ഇവരൊരുമിച്ചാണ് ആ കുഞ്ഞുങ്ങളെ കൊല്ലുന്നതൊക്കെ. അവിടെ നടന്നൊരു ഫൈറ്റിനൊടുവിൽ നമ്മുടെ ടോണി അവന്മാരെ എല്ലാം അടിച്ചൊരു സൈഡാക്കി ആ കുട്ടിയെ കൊണ്ട് അവിടുന്ന് രക്ഷപ്പെടുകയാണ്. കുട്ടിയെ മാത്രമല്ല ആ മീനിനെയും ടോണിയുടെ കയ്യിൽ കിട്ടുന്നുണ്ട്. സോ അതിനെ കൊണ്ട് അവൻ അവിടെ നിന്ന് പോകുന്നു. ഇതിനിടയിൽ ഒരു പെറ്റ് ഡിറ്റക്റ്റീവാണ് ആ മീനിന്റെ പുറകിലെന്ന് ന്യൂസിൽ കൂടെ മനസ്സിലാക്കിയ സാംബ അന്ന് തന്നെ കണ്ണനെ പിടിച്ചുകൊണ്ട് വന്ന പെറ്റ് ഡിറ്റക്റ്റീവിനെയും കൂടെ കൈകയെയും ഓർക്കുന്നു. സോ അവളോട് ജംഗ്ഷനിൽ ഒന്ന് വിടാമോ എന്ന് ചോദിച്ചുകൊണ്ട് അവളുടെ 2 വീലറിന്റെ പുറകിൽ കയറി അയാൾ ഒരിടത്തേക്ക് പോവുകയാണ്. പകുതി ചെല്ലുമ്പോൾ അവൾക്ക് മനസ്സിലാവുന്നുണ്ട് അവളെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് വന്നതാണെന്ന്. അതുപോലെ തന്നെ ആ കുട്ടിയെ മക്ബലിനെ ഏൽപ്പിക്കാൻ ടോണിയുടെ ഫ്രണ്ടിന്റെ അടുത്ത് ഏൽപ്പിച്ചിരുന്നല്ലോ. കനകസഭാതിയുടെ ആളുകൾ വന്ന് ആ കുട്ടിയെ കിഡ്നാപ്പ് ചെയ്തിട്ട് ടോണിയോട് പറയും നേരത്തെ സാംബ വന്നിട്ടുള്ള ആ ഗോഡൌണില്ലേ അവിടേക്ക് വരണമെന്ന്. അങ്ങനെ ക്ലൈമാക്സ് നടക്കുന്ന സീനിൽ എല്ലാവരും വന്നു. അവിടെ ആകെപ്പാടെ അടിപിടി കുളമാവുന്ന ടൈമിൽ ടോണി ആ കയ്യിലുണ്ടായിരുന്ന
അവിടെ അങ്ങനെ ക്ലൈമാക്സ് നടക്കുന്ന സ്ഥലത്തേക്ക് എല്ലാവരും വന്ന ടൈമിൽ ടോണി നമ്മുടെ കൈകയെയും ആ കുട്ടിയെയും പിടിച്ചോണ്ട് ആ മീനും എടുത്ത് വീഗാലാൻഡിലേക്ക് ഓടി കയറുകയാണ്. അതിന്റെ പുറകിലായിരുന്നു ഇവരെല്ലാവരും കൂടെ കൂടി നിന്നിരുന്നത്. സോ പിന്നെ ആ കുപ്പിയെ കൈക്കലാക്കാനുള്ള രണ്ടു കൂട്ടരുടെയും ശ്രമമാണ്. കനകസഭ ഒരു സ്ഥലത്ത്, സാമ്പയുടെ ആളുകൾ ഒരു സ്ഥലത്ത്. ഇതിൻ്റെ ഇടയ്ക്ക് രജിത്ത് ഇത് മനസ്സിലാക്കിയിട്ട് ആ മീനെയും കുട്ടിയെയും താൻ തന്നെ പിടിക്കണമെന്ന് മനസ്സിലാക്കി അയാളും വേഷം മാറി പോലീസുകാരുടെ കൂടെ അവിടെ വരുന്നുണ്ട്. ആ ടൈമിൽ മകനെ സഹായിക്കാൻ വേണ്ടി ജോസ് അലുല അവിടെ വരുന്നുണ്ടായിരുന്നു. സാമ്പയ്ക്ക് അയാളെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. സോ അയാളുടെ ജീപ്പില് സാമ്പയും കൂട്ടാളികളും കയറി അവിടെ നിന്ന് പോവുകയാണ്, അലുലയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട്. അങ്ങനെ അവസാനം എല്ലാം കലങ്ങി തെളിഞ്ഞ് കൈകയെയും കുട്ടിയെയും ആ മീനിനെയും ഒക്കെ നമ്മുടെ ടോണിയുടെ കയ്യിൽ കിട്ടുന്നുണ്ട്. നമ്മുടെ രജിത്ത് ആകട്ടെ ആ വീഗാലാൻഡിന്റെ ഒരു ഗൈഡിന്റെ സെക്യൂരിറ്റിയെ പിടിച്ചോണ്ട് പോവുകയാണ്. ഇയാളാണ് സാമ്പ എന്ന് പറഞ്ഞിട്ട്. ടോണി ഇതെല്ലാം കണ്ട് ചിരിക്കുന്നുണ്ട്. ആ ടൈമിൽ കൈകയെ ചോദിക്കുന്നു, എടാ ശരിക്കും ആ മീൻ എവിടെയാണെന്ന്. അങ്ങനെ ടോണി അവിടെ ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആ സീൻ അവിടെ കട്ടാവുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഡിറ്റക്റ്റീവ് ജോസ് അലുല ഇന്റർനാഷണലിലെ ആളുകളൊക്കെ ഇന്റർവ്യൂ ചെയ്യുന്നതാണ്. അയാൾ സാമ്പയുടെ മുഖം വെച്ച ചിത്രമായ ബുക്ക് ഇറക്കിയിരിക്കുകയാണ്. സോ അതിനെപ്പറ്റി ഇന്റർവ്യൂവിൽ ഓരോ ആളുകൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു. അതിലൊരു കുട്ടി ചോദിക്കുന്നുണ്ട്, ആ മീനെ എന്ത് ചെയ്തു എന്ന്. അപ്പോൾ പറയുന്നുണ്ട്, ആ ടോണി അവനൊരു മണ്ടൻ, അവനത് പോലീസിന് കൊണ്ട് കൊടുത്തിട്ട് അവന് കുറച്ച് നക്കാപ്പിച്ച കാശ് മേടിച്ച് അവൻ്റെ ഡിറ്റക്റ്റീവ് ഏജൻസി നടക്കുകയാണ്, കണ്ട പട്ടിയും പൂച്ചയൊക്കെ പിടിച്ചിട്ട്. ഞാൻ വല്ല ആയിരുന്നെങ്കിൽ അത് വിറ്റ് ഞാൻ കോടീശ്വരനായേനെ എന്ന് പറയുന്നു. പക്ഷെ ശരിക്കും അവിടെ നടന്നത് ടോണി ആ മീനിനെ ആർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ടോണി ആ മീനിനെ ബ്രീഡ് ചെയ്ത് കോടിക്കണക്കിന് വില വരുന്ന ഒത്തിരി മീനുകൾ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അവൻ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ അവൻ ലുലു മോളിൽ പുതിയൊരു ഡിറ്റക്റ്റീവ് ഏജൻസിയുടെ ഷോപ്പ് തുടങ്ങും. അതുപോലെ അടിപൊളി കാറുകളൊക്കെ വാങ്ങിക്കും. പിന്നെ കൈകയുടെ കൂടെ അടിപൊളി ഒരു ലാവിഷ് ലൈഫ് ലീഡ് ചെയ്യുന്നതായിട്ട് നമ്മളെ കാണിക്കുന്നു. ഇതൊന്നും പോരാഞ്ഞിട്ട് 2 മീനുകൾ വീതം നമ്മുടെ മക്ബലിന്റെ വീട്ടിലേക്കും, കൂടാതെ ആ 2 ചെറുപ്പക്കാരില്ലേ കുട്ടിയെ രക്ഷിക്കാൻ ശ്രമിച്ചത്, അവർക്കും 2 മീന് പാഴ്സലായിട്ട് അയച്ചു കൊടുക്കുന്നു. അങ്ങനെ ഇവരെല്ലാവരും കോടീശ്വരന്മാരായി മാറുകയാണ്. പിന്നെ നമ്മുടെ സാമ്പ ശരിക്കും എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ജോസ് അലുലെ ആ ജീപ്പിനകത്തിട്ട് കുറേ അടിച്ചിട്ട് റോഡ് സൈഡിൽ ഇറക്കി വിട്ടിട്ട് ആ ജീപ്പും കൊണ്ട് അവിടുന്ന് പോവുകയായിരുന്നു. പക്ഷേ അലുല എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടന്നിരുന്നത്, ഞാൻ അയാളെ ജീവിക്കാൻ വേണ്ടി വെറുതെ വിട്ടു, അയാൾക്ക് എന്നെ ഒന്നും ചെയ്യാനായില്ല എന്നൊക്കെയാണ്. ക്ലൈമാക്സ് കാണിക്കുന്നത് സാമ്പയുടെ വൈഫിന് ഒരു നോട്ടീസ് ഫ്ലാറ്റിൻ്റെ അടിയിൽ എഴുതി ഒട്ടിച്ചിരിക്കുകയാണ്. ഒരു ഇന്റർനാഷണൽ ക്രിമിനലിനോടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പെരുമാറിയത്, അതിനെന്തായാലും ഞാൻ പകരം വീട്ടിയിരിക്കും എന്ന് കാണിച്ചുകൊണ്ട് ആ പടം അവിടെ അവസാനിക്കുന്നു. സോ ഈ ഫിലിം എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്താൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.